നമസ്കാരം. എനിക്കിപ്പോൾ മനോഹരമായ ഒരു ഗാനം ഓർമ്മ വരികയാണ്. ആകാശമേടയ്ക്ക് താഴില്ല, തഴുതില്ല, പാറാവില്ല, വാതിലൊന്നുമില്ല. പക്ഷേ നമ്മുടെ മനോഹരമായ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഒക്കെ നല്ല സ്ട്രോങ് ആയ അടിപൊളിയായ വാതിലുകൾ വേണം. അതും നല്ല തടിയിൽ തീർത്തത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയൊന്നുകൂടി തേക്ക് തടിയിൽ തന്നെ തീർത്ത വീടിൻ്റെ കരുത്തൊക്കെ കാട്ടുന്നതിന് വേണ്ടി നമുക്ക് മനോഹരമായ ഡോറുകളുണ്ട്, ജനലുകളൊക്കെ ഉണ്ട്. കിട്ടുന്ന ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ എൻ്റെ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കുടമാളൂരിന് സമീപം തൂത്തുകുട്ടിയിലെ മാസ്റ്റർ ഡോറുകൾ, ജനൽ ഫ്രെയിമുകൾ, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിന് താഴും, അതേപോലെ തന്നെ തഴുതും താക്കോലും, അതേപോലെ ജനൽ ഫ്രെയിമുകളും, നല്ല അടിപൊളി നല്ല ഡിസൈൻഡ് ഡോറുകളൊക്കെ കിട്ടാം. അതെങ്ങനെ, അതിൻ്റെ റേറ്റ് എങ്ങനെ, ഡിസൈൻ എങ്ങനെ, കമാ. നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ഡോറിൻ്റെ മാനേജർ മിസ്റ്റർ അശോകൻ, കണ്ണൂരുകാരാണ്. കണ്ണൂർ. നമസ്കാരം ഒരിക്കൽ കൂടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്? അവിടെ കണ്ണൂർ ഭാഷയാണല്ലേ? യെസ്. നമുക്കിവിടെ പ്രധാനമായിട്ടുള്ളത് തേക്കിൻ്റെ ഡോറുകൾ, തേക്കിൻ്റെ ജനൽ ഫ്രെയിമുകൾ, തേക്കിൻ്റെ കട്ടിള. മൊത്തം തേക്കിൻ്റെയാണ്? തേക്കിൻ്റെ പൂരം, തേക്കിൻകാട് മൈതാനം പോലെ, തേക്കിൻ തൃശ്ശൂർ പൂരം പോലെ, മറ്റൊരു തേക്കിൻ്റെ ഗാലക്സി. അത് കണ്ണൂർ ഭാഷയിൽ എങ്ങനെ പറയും? കണ്ണൂർ ഭാഷ പറയുമ്പം മൊത്തം തേക്കിൻ്റെയാണ് ഇവിടെ ഉള്ളത്. എങ്ങനെ ഞങ്ങൾ കോട്ടയക്കാർ പറയുമ്പോൾ ഇവിടെ മൊത്തം തേക്കിൻ്റെയാണെന്ന് പറയും. ഇവിടെ മൊത്തം തേക്കിൻ്റെ വാതിലുകളാണേ. അതാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ലീഫാണോ, എങ്ങനെയൊക്കെയാണുള്ള ഡിസൈനുകളൊക്കെയാണുള്ള ഇവിടെ? ഇത് സിംഗിളാണ്. അതേപോലെ ഡബിൾ ഡോറുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കട്ടില, തേക്കിൻ്റെ ഫ്രെയിമുകൾ, കട്ടില തേക്കുണ്ട്. അതേപോലെ തന്നെ ആഞ്ഞിലിയുണ്ട്, പ്ലാവുണ്ട്, ജനൽ ഫ്രെയിമുകളുണ്ട്. എല്ലാം. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതൊക്കെ നിങ്ങൾ പരമാവധി വില കുറവിലാണ് വിൽക്കുന്നത്. മാക്സിമം വില കുറവ്. ഇപ്പോഴത്തെ നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ 6500 മുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 6500 കുറച്ച് 6000 മുതൽ വെച്ചോ. 6000 മുതൽ. അത് ഡിസ്കൗണ്ട് ഒക്കെ സെപ്പറേറ്റ് വേറെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന അനുസരിച്ചാണോ ഡിസൈനൊക്കെ ഉള്ളത്? ഞങ്ങൾ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങളുടെ അവിടുത്തെ ഒരു ഡിസൈൻ അനുസരിച്ചാണ്. ഇവിടെ കസ്റ്റമർ എന്ത് പറയുന്നോ, ഏത് മോഡൽ വേണോ അത് ഞങ്ങൾ പണിതിട്ട് കൊടുക്കും. നമ്മളത് അവിടെ സൈറ്റിൽ കൊണ്ടുപോയി നിർമ്മിച്ച് കൊടുക്കുന്നുണ്ടോ, അതോ ഇവിടെ വന്ന് ഞങ്ങളിവിടെ എത്തിക്കും. ഇവിടെ നിന്ന് കസ്റ്റമേഴ്സിന് ഇവിടെ നിന്ന് വന്നിട്ട് വാങ്ങിയിട്ട് പോകാം. അത് ശരി. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ തന്നെ ഞങ്ങളിപ്പോൾ നമ്മുടെ തടി കൊണ്ടുവന്നിട്ട് കണ്ണൂരിൽ നിന്ന് ചെയ്യുന്നുണ്ട്, അതേപോലെ എറണാകുളത്തും ചെയ്യുന്നുണ്ട്. ഇവിടെ കൊണ്ടുവരുന്നത് എറണാകുളത്ത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇത് പഴയ കാലഘട്ടം പോലല്ല. ആളുകൾ കൂടുതലും തടി ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു വീടിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത് തടി ഉൽപ്പന്നങ്ങൾ തന്നെയല്ലേ? തീർച്ചയായും. നമ്മൾ വീട് വെക്കുമ്പോൾ എപ്പോഴും ഇരുമ്പിൻ്റെ ഐറ്റംസ് അധികം, അല്ല സ്റ്റീൽ ഐറ്റംസ് വീട്ടിലധികം കയറ്റാതിരിക്കുന്നതാണ് ഏറ്റവും അതിൻ്റെ ഒരു വാസ്തുപ്രകാരം നല്ലത്. നമുക്ക് നമ്മുടെ പരമ്പരാഗതമായ മരങ്ങൾ, ഇപ്പം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം നമുക്ക് കാണാം. ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിതിരിക്കുന്നത് പ്യുവർ മരം കൊണ്ടാണ്. അപ്പോൾ അത് 100, 200, 300 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നല്ല ഉറപ്പോടുകൂടി നിൽക്കുന്നുണ്ട്. അതേപോലെ ഇതൊക്കെ പ്യുവർ സാധനങ്ങളാണ്. അതെ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ഇവിടുത്തെ പ്രത്യേകത വൻപിച്ച വിലക്കുറവിലാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യപ്രകാരം അവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ, മോഡലുകളിൽ ഞങ്ങളത് പണിതിട്ട് കൊടുക്കും. ശരി. അപ്പോൾ കസ്റ്റമറിന് തിരക്കുണ്ട്. ഒരു 2 മിനിറ്റ്. അതെ, 2 മിനിറ്റ് പറഞ്ഞ ഒരു സ്റ്റോറി കേട്ടോ. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. കാരണം ഒരു ചുളം പയ്യൻ. ഞാൻ അങ്ങനെ കരുതിയ, ഞാനടുത്ത് വീട് പണിയൊക്കെ നടക്കുന്നു, ഡോറ് മേടിക്കാൻ വന്നായിരിക്കും. ഈ തേജസ് എന്നാണ് പേരല്ലേ? മാനേജർ സാറേ, ഈ ശരിക്കും നിങ്ങളുടെയൊക്കെ ഈ പുതിയ ജനറേഷൻ എന്താണ് ഇങ്ങനെ ഒരു മൈൻഡ് മനസ്സിലേക്ക് വന്നത്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ്? എന്ന് വെച്ചാൽ ഞാൻ കണ്ണൂരാണ്. ആ ഡോറിനെ നോക്കി അങ്ങോട്ട് നിന്നു. കണ്ണൂരാണ് വളർന്നതല്ലോ. അപ്പം
അവിടെ മെയിനായിട്ട് ഈ ഡോറൊക്കെ ഇങ്ങനെ വിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ എൻ്റെ അമ്മയുടെ വീട് ആലപ്പുഴ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ അധികം കണ്ടിട്ടില്ല ഈ ഇങ്ങനത്തെ, അതായത് നമ്മുടെ തടി ഉൽപ്പന്നങ്ങൾ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ ഈ ഡോറിൻ്റെതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അച്ഛനോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നമുക്കൊന്ന് നോക്കിയാലോ, ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ചിരട്ടയുടെ ഇരിക്കുകയാണ്. ശരി, അച്ഛനൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സക്സസ് ആണ്. ശരിക്കും എന്തൊക്കെ പറഞ്ഞാലും ബിൽഡിംഗ്, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞാലും ബിൽഡിങ്ങുകളുടെ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ വന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഉറപ്പെന്ന് പറയുന്നത് തടി ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസമില്ല. പ്രത്യേകിച്ച് ഈ തേക്കിൻ്റെ തടിയൊക്കെ, പ്യൂറായിട്ടുള്ള തേക്കിൻ്റെ തടി തന്നെ അത് നല്ല കാതലിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ശരിക്കും എങ്ങനെ ആൾക്കാർ എങ്ങനെയാണ് ഇത് അവർ ഇഷ്ടപ്പെട്ട ഡിസൈനുകളൊക്കെ നമ്മൾ അവരോട് ചോദിക്കാറുണ്ടോ? അതോ നമ്മൾ കുറേ പേര് ഇപ്പോൾ എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരാൾക്കാർ അവർക്ക് ജസ്റ്റ് നോക്കുന്നുണ്ട്, വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അവരെ ഡിസൈൻ തരുമ്പോൾ നമ്മൾ കൊടുത്തു കൊടുക്കാറൊക്കെ ഉണ്ട്, കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ കോട്ടയം ജില്ല വിട്ടിട്ട് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ കൊടുക്കുന്നുണ്ടോ? അതോ കൊടുക്കും. ആരാവശ്യപ്പെട്ടാൽ ഏത് ജില്ലയിലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. ശരിക്കും മനോഹര ഭയങ്കര ഇഷ്ടപ്പെടുക. കാര്യം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്റ്റൈലിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ഒരു ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പരിപാടി തീർന്നിട്ടില്ല. മറ്റ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് മനോഹര കുറേ പറഞ്ഞു എങ്കിലും എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്കിവിടെ സെയിൽ നടക്കുന്നത്? സെയില് മെയിനായിട്ട് ഡോറാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അത് കുറച്ച് ഇതായിട്ട് ജനൽ ഫ്രെയിമുകളുണ്ടല്ലേ? പിന്നെ കട്ടിള നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട്, തുടങ്ങിയില്ല, നോക്കുന്നുണ്ട് പുതുതായിട്ട്. അതേപോലെ നമ്മളിപ്പം മൊത്തത്തിൽ സൈറ്റ് എടുത്തിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അത്? ആൾക്കാർ ഇന്ന ഡോറ് വേണം, ഫ്രണ്ട് ഡോറ് മതി, പാർട്ടീഷൻ ഡോറ് വേണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. മൊത്തത്തിൽ വർക്ക് നമ്മൾ ചെയ്യാറുണ്ടോ? കോട്ടയം ഭാഷ അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. ശരി, ഞാൻ ചോദിച്ചത് ഒരു പ്ലാൻ നമുക്ക് കിട്ടിയാൽ അതിനകത്തൊക്കെ വേണ്ട ഫർണിച്ചറുകൾ എല്ലാം കൊടുക്കാൻ നമ്മൾ റെഡിയാണോ എന്നാണ് ചോദിച്ചത്. റെഡിയാണ്, നമ്മൾ എല്ലാം റെഡിയാണ്. നമ്മൾ എന്തായാലും ഒരു വീടിൻ്റെ ഇപ്പം കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ ഇപ്പം നമ്മളൊരു ഡോറല്ല ഫർണിച്ചറൊക്കെ പണിഞ്ഞ് വരുമ്പോഴത്തേക്കും വലിയ പൈസയാവും. അതെ 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 അതെ. അപ്പോൾ ഈ ഡോർ ഇപ്പോൾ ഇത്രയും പൈസ കുറവിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന കുറേ പേര് ഇപ്പം അന്വേഷിച്ച് വന്നപ്പോൾ ചോദിച്ചു ഇത്രയും ഞങ്ങൾ എന്താ ഇതിൻ്റെ ഇത്ര. ഞങ്ങൾ ശരിക്കും ആ ബോർഡ് കണ്ടാണ് ഞാൻ കയറി 6500 രൂപയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അത് ഞാനിപ്പോൾ ഷാജി സാറിന് നമ്മുടെ അശ്വൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം വന്നത്. ശരിക്കും ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ആ ബിസിനസ്സിലെ ആത്മാർത്ഥത ഇത് ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കര ഡെഡിക്കേഷനാണത്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ശരിക്കും വെറുതെ പറഞ്ഞല്ല, 2-3 പേര് പിടിക്കാതെ മാറ്റി വെക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മളവിടെ ചെന്നിട്ട് പോളിഷൊക്കെ ചെയ്ത് റെഡിയാക്കി കൊടുക്കും അല്ലേ? നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കും, വേണമെങ്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഒരു വീടിൻ്റെ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ വീട്ടിലെ ആവശ്യമുള്ള ഡോറുകൾ, കട്ടില, ജനൽ ഫ്രെയിമുകൾ എല്ലാം പണിതിട്ട് കൊടുക്കും. എല്ലാം കൊടുക്കും. തീർച്ചയായും നമ്മൾ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. ഗ്യാരണ്ടി അടക്കം കൊടുക്കും തീർച്ചയായും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ സിംഗിൾ ലീഫ്, ഡബിൾ ലീഫ് ഡോറുകൾ, ഫ്രെയിമുകളൊക്കെ അവർ തുടങ്ങുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പ്രചോദനം തന്നെയാണ്. വീടുകളും അതേപോലെ തന്നെ ഓഫീസുകളൊക്കെ നിർമ്മിക്കുമ്പോൾ, പ്രത്യേകിച്ച് വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഡോറും വിൻഡോയൊക്കെ നമുക്ക് എവിടെ കിട്ടും അനുയോജ്യമായ രീതിയിൽ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മറ്റുള്ള ഡോറുകളിലേക്കൊന്നും പോകാതെ തടി ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം മനോഹരമായ ഈ ഒരു സ്ഥാപനം നമുക്ക് എവർക്കും ഒരു പ്രചോദനമാണ്. വീട് നിർമ്മിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ടുമാണ്. മനോഹരമായ എപ്പിസോഡോടെ സമാപിക്കുകയാണ്. പ്രിയപ്പെട്ട തേജസ് ഒരു കാര്യം പറഞ്ഞു തീർന്നിട്ടില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ബിലോ, അതായത് താഴ്ന്ന സാമ്പത്തിക വരുമാനമുള്ളവർ, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, ഈ 3 സെക്ഷന് പറ്റുന്ന രീതിയിലുള്ള വാതിലുകൾ, ജനലുകൾ, കട്ടില ഇവ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ കടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഒരു സാധാരണക്കാർ വരുന്നു, ഇപ്പോൾ ലൈഫിൻ്റെ വീടുകാരടക്കം വന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവർക്ക് ഈ വലിയ പൈസ കൊടുത്തിട്ട് ഡോർ മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് അവർ വില കുറഞ്ഞ അതപ്പം ഞങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങളുടെ ലാഭം വളരെ വളരെ തുച്ഛമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വില കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് തട്ടിപ്പ് വെട്ടിപ്പൊന്നുമല്ല. അതാണ് ഞങ്ങൾ നേരെ പോകും. ഇനി ഞങ്ങൾ വാങ്ങിച്ച ഏതെങ്കിലും ഡോറിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളത് മാറ്റി കൊടുക്കും. അത് ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്. അപ്പം അദ്ദേഹം കണ്ണൂർ ഭാഷയിലാണ് പറഞ്ഞതെങ്കിലും നമ്മുടെ കോട്ടയം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തരുവടേ, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങളങ്ങ് വീട്ടിൽ വരും മാറ്റിത്തരാൻ. അത്ര ഉറപ്പാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക്.
എന്തായാലും വളരെ സന്തോഷം. ഈ പ്രസ്ഥാനം വിജയിക്കുവാൻ എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട രണ്ടുപേർക്കും നേരുകയാണ്. മനോഹരമായ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പരവൂറിനും എൻ്റെ മീഡിയ ടീമിനും അശോകൻ ചേട്ടനും പ്രിയപ്പെട്ട തേജസ്സിനൊപ്പം ബൈ. ബൈ.